ഇടുക്കി ജില്ലയെ ഫ്രൂട്ട് ബെൽറ്റാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ഹോർട്ടികോർപ്പ് ആരംഭിച്ച പഴവർഗ വിസ്തൃതി വ്യാപന പദ്ധതി പ്രകാരമുള്ള സ്ട്രോബെറി കൃഷി തൈകൾ നടിൽ വിതരണം ചെയ്യാത്തതിനാൽ താളം തെറ്റുന്നു. നടിൽ സീസൺ അവസാനിക്കാറായിട്ടും തൈകൾ എത്താത്തതുമൂലം ഇത്തവണ കൃഷി ഇറക്കാൻ കഴിയില്ലെന്ന ആശങ്കയിലാണ് ലക്ഷങ്ങൾ ചെലവിട്ട് നിലമൊരുക്കി കാത്തിരിക്കുന്ന കർഷകർ. സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ് ശീതകാല വിളയായ സ്ട്രോബെറിയുടെ നടീൽ സീസൺ. മഴക്കാലാരംഭമായ മെയ് മാസത്തോടെ വിളവെടുപ്പ് അവസാനിക്കുകയും ചെയ്യും. എന്നാൽ നവംബർ അവസാനമായിട്ടും ഹോർട്ടികോർപ്പ് തൈകൾ നൽകാത്തതിനാൽ ലക്ഷങ്ങൾ മുടക്കി നിലമൊരുക്കി കാത്തിരിക്കുന്ന കർഷകർ ദുരിതത്തിലായി. മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ, ചിന്നക്കനാൽ, BL റാവു പ്രദേശങ്ങളിലായി 75 ഹെക്ടർ സ്ഥലത്ത് 3500ഓളം കർഷകരെ കൊണ്ട് സ്ട്രോബെറി വിളയിക്കുവാനായിരുന്നു പദ്ധതി. കഴിഞ്ഞ വർഷം ഇത് നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. തരക്കേടില്ലാത്ത വിളവും വരുമാനവും ലഭിച്ച കർഷകർ ഇത്തവണയും കൃഷി ഇറക്കുന്നതിനായി നിലം തയ്യാറാക്കി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിടുകയാണ്. ഒരേക്കർ സ്ഥലം മണ്ണുമാന്തി യന്ത്രം കൊണ്ട് ഇളക്കി വേടുകൾ നിർമ്മിച്ച് തുള്ളി നനയ്ക്കുള്ള പൈപ്പുകളും മറ്റും സ്ഥാപിക്കാനും സംരക്ഷണാവരണമായ മൾട്ടിഷീറ്റിനും മറ്റുമായി 1.5 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ഇപ്രകാരം തയ്യാറാക്കുന്ന തടത്തിൽ കുമ്മായം ചേർത്തിളക്കി 15 ദിവസം അണുനശീകരണത്തിനായി വെറുതെ ഇട്ടതിനു ശേഷമാണ് തൈകൾ നടേണ്ടത്. തൈകൾ എത്താത്തതിനാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം വെറുതെ ആയിരിക്കുകയാണ്. വിദേശി ഇനങ്ങളായ വിന്റർഡോൺ, സ്വീറ്റ് ചാർലി, കാമറോസ, ഫെസ്റ്റിവൽ തുടങ്ങിയ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനങ്ങളാണ് കർഷകർക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത്. ശീതകാലാരംഭമായ സെപ്റ്റംബർ, നവംബർ മാസങ്ങളിൽ തൈകൾ നട്ടാൽ മാത്രമേ പൂർണ്ണമായ വിളവ് ലഭിക്കുകയുള്ളൂ. മഴക്കാലം ആരംഭിക്കുന്നതോടെ ചെടികൾ നശിക്കുവാനും തുടങ്ങും. ഒരു ഒക്ടോബർ മാസത്തിൽ നമുക്ക് തൈ കിട്ടേണ്ടതാണ്. ഇത് കൃഷിക്കാർ ഇവിടെ സ്ഥലമെല്ലാം റെഡിയാക്കിയിട്ട് ഇതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ട് ഇതുവരെ 2 മാസമായിട്ട് ഇതുവരെ തൈ കിട്ടിയിട്ടില്ല. ഇനി ഇതിൻ്റെ സമയം ഒക്ടോബർ, നവംബർ സമയത്ത് നമുക്ക് തൈ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ വിളവ് കുറയും. ആ കൃഷി കൊണ്ട് ഫലമില്ലാതെ ആകുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഹോളണ്ട് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇനങ്ങൾ ഉത്തരേന്ത്യയിലെ നഴ്സറികളിലാണ് നടീലിന് പാകത്തിനുള്ള തൈകളാക്കി മാറ്റുന്നത്. അംഗീകൃത നഴ്സറികളിൽ നിന്നും കൊട്ടേഷൻ സ്വീകരിച്ച് തൈകൾ വാങ്ങിയാണ് ഹോർട്ടികോർപ്പ് കർഷകർക്ക് വിതരണം ചെയ്യുന്നതും. ഇത്തവണ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നതിനാൽ തൈകൾ വാങ്ങുന്നതിൽ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇതുവരെ ഒരു നഴ്സറിയിൽ നിന്നുള്ള കൊട്ടേഷൻ മാത്രമാണ് ലഭിച്ചിട്ടുള്ളതെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. സന്ദീപ് രാജാക്കാടിനൊപ്പം റിപ്പോർട്ടർ, ഇടുക്കി.